പാൻ ഇന്ത്യൻ റീച്ച് എന്തായാലും പോകും. കാരണം അതിന്റെ ലെവൽ വിഷ്വൽ ട്രീറ്റ് ആണ് പടം. ആ തള്ളിയൊന്നും വേണ്ട. കാരണം ഇതിന്റെ ഞാൻ പൊതുവെ കണ്ടത് പോസിറ്റീവാ. അതിങ്ങനെയൊക്കെ തന്നെ. ഇതിപ്പോ നമ്മൾ കുറ്റം പറഞ്ഞാൽ ഇവരുമാരെ തള്ളിക്കൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. കുറെ ബാറ്റിൽ സീൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഒരു രക്ഷയില്ല. ലാലേട്ടൻ്റെ ഒരു സൗണ്ടോട് കൂടിയാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു ശബ്ദ ഗാംഭീര്യം തിയേറ്ററിൽ നിറഞ്ഞു നിന്നപ്പോൾ തന്നെ പടത്തിന് എന്തായാലും കഴിഞ്ഞാലും പടം നല്ല വിജയിക്കും എന്നുള്ളൊരു പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3D എഫക്റ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെന്ന് പറയാൻ ഒരു നാടോടി കഥ കണ്ട പോലെ രസമാണ്. ഞാൻ നല്ല എൻജോയ്. കുറച്ച് ഡ്യൂറേഷൻ വലിച്ചഴച്ചിട്ടുണ്ട് അവർ. സിനിമാ സ്നേഹികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ടൊവിനോ തോമസ് നായകനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്ത 3D ചിത്രം ARM അജയൻ രണ്ടാം മോഷൻ എന്ന റിലീസാണ്. സിനിമയുണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. ടൊവിനോ ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ കിടിലം സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ലാഗോ ഒരു ഫീലിങ്സോ ഒന്നുമില്ലാതെ അടിയും സ്റ്റണ്ടും എല്ലാം കിടിലം പടം. അടിപൊളി സൂപ്പറായിട്ട്. ടൊവിനോ ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്, ഭയങ്കര പാൻ ഇന്ത്യൻ ലെവലിൽ പോകുന്ന സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കണ്ടപ്പോഴേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. കുറേ ബാറ്റിൽ സീൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഒരു രക്ഷയില്ല. VFX ഒക്കെ അടിപൊളി. പിന്നെ ടൊവിനോട് ഒരു വെറൈറ്റി ക്യാരക്ടറാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടർ. നല്ല അടിപൊളിയായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറായിട്ടുണ്ട്. 3D എഫക്റ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെന്ന് പറയാൻ ഒരു നാടോടി കഥ കണ്ട പോലെ രസമാണ്. ഞാൻ നല്ല എൻജോയ് ചെയ്തു. നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഡയറക്ഷൻ നല്ല രീതിയിലുണ്ട്. ടൊവിനോ തോമസ് എന്താ പറയുക, 100% എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആക്ഷൻ ബ്ലോക്സ് ഒക്കെ കിടിലമാണ്. BGM സൂപ്പറാണ്. ഓണക്കാലത്ത് ഫാമിലി ആയിട്ട് വന്ന് കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടമാണ്. വേറെ ലെവല് ടോമിനയുടെ അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. ടോമിനയുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ ചെയ്തേക്കുന്നത്. കാര്യം പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സൗണ്ടോട് കൂടിയാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു ശബ്ദ ഗാംഭീര്യം തിയേറ്ററിൽ നിറഞ്ഞു നിന്നപ്പോൾ തന്നെ പടത്തിന് എന്തായാലും കഴിഞ്ഞാലും പടം നല്ല വിജയിക്കും എന്നുള്ളൊരു പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ പടത്തിൽ ലാലേട്ടനെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നല്ല ഫൈറ്റ് ചെയ്യുന്നത് ലാലേട്ടനാണ്. ലാലേട്ടൻ്റെ കളരി പോലെ ടോമിനയ്ക്ക് ഇത്രയും മെയ് വഴക്കം വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ടോമിനയുടെ ഈ ഒരു ഫൈറ്റും ഈ ഒരു അഭിനയ രംഗവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പം ഇനിയുള്ള ഇതിൻ്റെ ബാക്കിലുള്ള നടന്മാർക്ക് പൃഥ്വിരാജ് ആയിരുന്നാലും ആരൊക്കെ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിട്ട് ഇപ്പം വന്നില്ല. കാര്യം ഇത്രയ്ക്ക് നല്ല പെർഫോമൻസ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചില്ല. ക്ലൈമാക്സിന് അതിഗംഭീരമായിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നു. നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാര്യം കുട്ടികൾക്കായിരുന്നാലും ഫാമിലിക്കായിരുന്നാലും കുറ്റം പറയാനായിട്ടൊന്നുമില്ല. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. 3D ഒക്കെ നമുക്ക് അത്യാവശ്യം മറ്റേ കൽക്കി പോലത്തെ ചപ്പ് ചവറ് വാരിയിടുന്നതൊന്നുമില്ല. നോർമലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൂപ്പറായിരുന്നു. പിന്നെ പടം ഭയങ്കര കിടിലം പടം കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജ് ആയിട്ട് തോന്നി, പക്ഷേ സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. ടൊവിനോയുടെ 50ാമത്തെ പടം, വേറെ ലെവൽ സാധനം. ടൊവിനോ മാസീവ് കേട്ടോ, ഒന്നും പറയാനില്ല. ലുക്ക് വൈസ് ആയാലും ലവ് സീൻസ് ആയാലും കരളി ഫൈറ്റ് ആയാലും അതുപോലെ തന്നെ ഫൈറ്റ് സീൻസ് എല്ലാം ഭയങ്കര ഒരു രക്ഷയില്ല ടൊവിനോനെ കാണാൻ. ഭയങ്കര മാസീവ്, നമ്മളെ അപ്പീൽ ചെയ്ത് ഇരുത്തുന്നുണ്ട് ആ മൂവി മൊത്തം കാണാൻ. നല്ല എലഗൻ പെർഫോമൻസ്, ഒരു രക്ഷയില്ല. സുരഭിയുടെ ആക്ടിങ് ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. സുരഭിയും അതുപോലെ ടൊവിനോ ആയിട്ടുള്ള സീൻസൊക്കെ ഭയങ്കര രസമുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് അതിൽ അട്രാക്റ്റഡ് ആയിട്ട് ഇരുന്നു പോകും. അതുപോലെ കൃതി ഷെട്ടി ഭയങ്കര നല്ല ഭംഗിയുണ്ട് കാണാൻ. മൊത്തത്തിൽ നല്ല കെമിസ്ട്രി ഉണ്ട് ടൊവിനോയും കൃതി ഷെട്ടിയായിട്ട്. നല്ല സിനിമാറ്റോഗ്രഫി, ജോമോൻ ടി ജോണിൻ്റെ സൂപ്പർ സാധനം. അതുപോലെ തന്നെ ഡയറക്ഷൻ ഒന്നും പറയില്ല. ഫസ്റ്റ് ഡെബ്യൂ ഫിലിമാണ് ജിതിൻ്റെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അടിപൊളിയായിട്ടുണ്ടോ? അടിപൊളി എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഒരു കരിയർ ബെസ്റ്റ് ഫിലിം ടോവിനോര എന്ന് പറയാം. മേക്കിങ്ങേ ഉള്ളൂ. അതിൽ മറ്റേ ക്യാമറ വർക്കൊക്കെ ഒന്നും പറയാനില്ല. 3D തന്നെ കാണണം. പക്ഷേ നല്ല എഫക്റ്റ് ഉണ്ട്. സൂപ്പർ, അടിപൊളി. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. നല്ല വിഷ്വൽസ്, അടിപൊളി മ്യൂസിക്കാണ്. 3D നല്ല പടം. പാൻ ഇന്ത്യൻ റീച്ച് എന്തായാലും പോകും. കാരണം അതിന്റെ ലെവൽ വിഷ്വൽ ട്രീറ്റ് ആണ് പടം. ആ തള്ളിയൊന്നും വേണ്ട. കാരണം ഇതിന്റെ ഞാൻ പൊതുവെ കണ്ടത് വെച്ചാൽ ഇതിന് ഒരുപാട് വലിയൊരു റിലീസിന് മുന്നേ ഒരു വലിയൊരു അഡ്വർടൈസ്മെൻറ്റോ അങ്ങനെ ഭയങ്കരമായിട്ടില്ലായിരുന്നു. ഒരു വലിയ ഹൈപ്പ് കൊടുത്തിട്ടില്ല. ട്രെയിലർ ഇറങ്ങിയപ്പോഴും തോന്നി ചിലയിടത്തൊക്കെ കുറച്ച് വധമാവുമോ എന്നൊക്കെ തോന്നി. പക്ഷെ അതൊന്നും അല്ല. ട്രെയിലറൊക്കെ ഒരു ജസ്റ്റ് സാമ്പിൾ മാത്രമുള്ള ഇത് വലിയ വെടിക്കെട്ടാണ്. വന്ന് എന്തായാലും കാണുക. സൂപ്പറായിട്ടുണ്ട്. ഓണം തൂക്കി അടിപൊളി പടമാണ്. ആക്ഷൻ ഉണ്ട്, അടിപൊളി സ്റ്റോറിയാണ്. ടൊവിനോ അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ്വൽ ട്രീറ്റ് ആണ്. 3D അടിപൊളിയായിരുന്നു. പടം നൈസ് പടമാണ്. പടത്തിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങുമാണ്. ഒരു രക്ഷയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മേക്കിംഗ് നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. അതായത് പുതുമ എന്ന് പറയുന്ന സാധനം നന്നായിട്ടുണ്ട്. എഴുതി കാണിക്കുന്ന ഒരു മൊമെൻറ്റിൽ തന്നെ ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 3D കൊള്ളാം.
ഏറ്റവും എടുത്ത് പറയേണ്ട ഇതിൻ്റെ ഇതാണ് എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും. നമുക്ക് ലാഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ടോട്ടലി നല്ല എൻഗേജിങ് ആണ്. അവസാനം വരെയും കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ടോവിനോടെ ഒരു പെർഫോമൻസ് ഒക്കെ നൈസായിട്ടുണ്ട്. പുള്ളിയുടെ ഒരു വ്യത്യസ്തമായ ഒരു വേഷമാണ്. ഓവറോൾ നല്ല പടമാണ്. ചേട്ടാ കുഴപ്പമില്ല, ഒരു ഫോക്ലോർ കണ്ടിരുന്ന് കാണേണ്ട ഒരു പടമായിരുന്നു. പിന്നെ പോസിറ്റീവ്സ് ടോവിനോൻ്റെ പെർഫോമൻസും മ്യൂസിക് ബീജം ഒക്കെ തോന്നിയിട്ടുണ്ട്. നെഗറ്റീവായിട്ട് പറയുന്ന സെക്കൻഡ് ഹാഫ് കുറച്ച് ഡ്യൂറേഷൻ വലിച്ചഴച്ചിട്ടുണ്ട് അവർ. അത് കുറച്ചും കൂടി കുറച്ചിരുന്നെങ്കിൽ പടം പക്കയാണ്. 3D നല്ലോണം ഉണ്ട്. ലൈക്ക് പടം തുടങ്ങിയപ്പോഴും ഇതൊരു 3D പടമാണല്ലേ. മലയാളത്തിൽ നിങ്ങൾ 3D പടം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. പടം പൊളി, ഒരു രക്ഷയില്ല. മേക്കിംഗ് ആയാലും എല്ലാം നമ്മൾ പ്രതീക്ഷയെക്കാട്ടിയും ഉഗ്രൻ ഓണം വിന്നർ 2024. 10 വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. അതിന് ഫലം കണ്ടിട്ടുണ്ട്. അന്യായ മേക്കിംഗ് ഒന്നും പറയില്ല. പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ എല്ലാം ഹെവിയാണ്. ഓണം വിന്നർ തന്നെയാണ്. ബ്രോ ഹൈ പോസിറ്റീവാണ്. അതിങ്ങനെയൊക്കെ തന്നെ. ഇതിപ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞാൽ ഇവരുമാരെ തള്ളിക്കൊണ്ടിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ അജയ് ഇതോടെ മോശം നിർത്തിയാൽ വളരെ നല്ലത്. 3D ടെക്നിക്കൽ സൈഡ് മാത്രമേ ഉള്ളൂ. സിനിമയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ നോക്കുന്നത് വലിയ ത്രില്ലിങ് സ്ക്രിപ്റ്റ് ഒന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് ലാഗുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഒരുമാതിരി റബ്ബർ മുട്ടായി വലിച്ചു നീട്ടി പോലെ ആയിപ്പോയി. പക്ഷെ കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. 3D ഒക്കെ കൊള്ളാം.